നേതാവിൽ നിന്നുള്ള 2 ബഹരി സംഗമമാണ് അഹ്ലുൽ ബൈത്ത്. ഏതാ ബഹറുൽ അവ്വൽ? അലിയുനിൽ മുർത്തള. ഇതൊരു വ്യാഖ്യാനമാണ്, തസൂഫിനാലുകാരുടെ വ്യാഖ്യാനം, വളരെ കൃത്യമായ വ്യാഖ്യാനം. ഞാൻ ആർക്കെങ്കിലും കിതാബ് ഏതാണ്ടൊന്നും അറിയില്ലെങ്കിൽ പിന്നീട് പറഞ്ഞു തരും. ഞാൻ ആർക്കെങ്കിലും ഞാൻ ഇപ്പം കിതാബ് പറയാത്തത് കുറച്ച് പണി നിങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം കിതാബ് പറയില്ല, പിന്നെ പറയും. ഇനി കുറേ ആളുകൾ ചോദിക്കും എവിടെ ഉസ്താദേ ആ തഫ്സീർ ഉള്ളത്? പറയാം, ഇപ്പം പറഞ്ഞാൽ പണി എടുക്കില്ല. അതുകൊണ്ട് ലേശം പണിയെടുക്കും. അങ്ങനെ തഫ്സീറുണ്ട്, അഹ്ലുസ് സുന്നയുടെ തഫ്സീർ. ബഹുമാനപ്പെട്ട രണ്ട് മറജൽ ബഹ്റൈൻ, 2 ബഹറുകൾ. ഒന്നേതാ? ഒന്ന് അലിയുനിൽ മുർത്തള. അത് ഹബീബായ നബിയുടെ ഒരു ബഹറ, നബിയുടെ ഒരു ബഹർ തന്നെയാണത്. അൻത അഖീ ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സഹോദരൻ നീയാണെന്ന്, താങ്കളാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അലി ബിൻ അബി ത്വാലിബിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. പിന്നെ ഒരാളാരാ? പിന്നെ ഫാത്തിമത്തു സഹ്റ. തൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ 2 ബഹറും, ബഹറുൽ അവ്വൽ അലിയുനിൽ മുർത്തള, ബഹറുൽ സാനി ഫാത്തിമത്തു സഹ്റ, അത് 2ഉം സംഗമിക്കുകയാണ്. അത് സംഗമിച്ചപ്പോൾ യഖ്റുജു മിൻഹുമാ ലുഉലു വൽ മർജാൻ. യഖ്റുജു മിൻഹുമാ, ആ 2 ബഹറും കൂടിയപ്പോൾ ലുഉലുഉം മർജാനും പുറത്തു വരിക. ഇതാ ലുഉലുഉ മർജാൻ, ഇതാ നമ്മുടെ മാണിക്കക്കല്ലായ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബ് തങ്ങളെ പൊന്നുമോൻ, അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. അല്ലാഹുവർക്കെല്ലാം നമ്മളെ സാദാ പാണക്കാടി സാദാത്യങ്ങൾ, ജിഫ്രി സാദാത്യങ്ങൾ, ജമല്ലൈൽ സാദാത്യങ്ങൾ, ബുഹാരി സാദാത്യങ്ങൾ, നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും അവരാണ് നമ്മുടെ നേതാക്കൾ. അവരാണ് അൽ-ലുഉലുഉ വൽ മർജാൻ. പക്ഷെ പ്രശ്നമുണ്ട് അവിടെ. പ്രശ്നം അവിടെ പഠിക്കണം. ഈ ആയത്തിന്റെ പഠനത്തിന്റെ ആമുഖാണ് ഈ പറയുന്നത്. ഇനിയും ഈ ആയത്തിന് പഠനങ്ങൾ ഉണ്ട്. എന്താ ഇത് 2 മുത്തും പവിഴവും വരും. ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? എന്താണ് മുത്ത്, എന്താണ് പവിഴം, എന്താണ് മുത്ത്? ഒരു മുത്ത് എന്നത്, മുത്ത് ലുഉലു സൗന്ദര്യത്തിന്റെ പ്രതീക. മർജാൻ എന്നത് ഹാർഡസ്റ്റ് മെറ്റീരിയലാണ്, അത് ശക്തിയുടെ പ്രതീക. ലോകത്ത് ഒരു സാധനത്തിനും മർജാനെ പൊളിക്കാൻ കഴിയില്ല. എന്നാൽ മർജാൻ കൊണ്ട് എന്തിനു പൊളിക്കും? ഭയങ്കര ശക്തിയാണ്. എന്തിന്? മർജാൻ എന്നാൽ ഡയമണ്ട്. ശ്രദ്ധിക്കണം, ഡയമണ്ട്. യഖ്റുജു മിൻഹുമാ, ഇത് 2 പുറത്തു വരും. അൽ-ലുഉലു മുത്തും വൽ മർജാൻ പവിഴവും പുറത്തു വരും. ഇതൊക്കെ ലുഉലു മർജാൻകളാണ്. ഒരു തഫ്സീറാ, പേടിക്കേണ്ടവാ. ഞാനല്ലേ തഫ്സീർ പറഞ്ഞത്, ഞാനല്ലേ തെളിവ് പറയേണ്ടത്. ഇല്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടാളും ഞാൻ തന്നെയല്ലേ. പണ്ട് പല ചീത്ത കേട്ടാളും ഞാൻ തന്നെയല്ലേ. നിങ്ങൾ പഠിക്കണ്ട, അതിലൊന്നും നിങ്ങൾ പഠിക്കണം. തഫ്സീർ മണിയായി പറഞ്ഞു തരും. ഇപ്പം നിങ്ങളൊന്ന് അധ്വാനിക്കണം എന്ന നിലക്ക് പറയാം. നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഈ പ്രശ്നമാണ് മർമ്മം. എന്താണ് മർമ്മം? മറജൽ ബഹ്റൈനി, 2 ബഹർ, ഫാത്തിമത്തു സഹ്റ. ആ ബഹറിനെ ഇനി ഇവിടെ തിന്മയെ മുക്കാൻ കഴിയുള്ളൂ. അതാണ് ഇനി ആ ബഹറിൽ നിന്ന് വന്ന ലുഉലു മർജാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. എന്ത്? ഖുർആനില്ലേ? ഉണ്ട്. പക്ഷേ ലുഉലു മർജാനിൽ നിന്ന് എണ്ണപ്പെട്ട ഒരാളെ കാത്ത്, ആ ആള് വന്നാൽ പിന്നെ ഒന്നും വേണ്ട. ആ ആള് വന്നാൽ പിന്നെ ആയുധം വേണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത. ആയിരക്കണക്കായ ആളുകൾ അത് ചെല്ലിയോ? അതിപ്പോ ചെല്ലിയോ? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഇപ്പൊ നിങ്ങളെല്ലാരും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ചൊല്ലിയല്ലോ. എന്നിട്ട് എന്തിനാ നടന്നോ? ഇമ്പീരിയൽസ് ശക്തികൾ തകർന്നോ? കോർപ്പറേറ്റുകൾ തകർന്നോ? ഒരാൾ ഇമാം മഹ്ദി എന്ന ആ ലുഉലുഇന്റെ, ആ മർജാനിന്റെ ആയുധം എന്തായിരിക്കുമെന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെടവേ ഹബീബിന്റെ മറുപടി അത്തസ്ബീഹു സുബ്ഹാന വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ. ദി ഹാർഡസ്റ്റ് മെറ്റീരിയൽ, അത് മർജാന. പോയ പൊളിക്കാരാൻ കഴിയില്ല. ഇനി തിരിച്ചു വരി. ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, ആരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നം. എന്താണത്? അതില്ലായ ബഹയാനിയ.
ഒന്നും കൂടി പറയാം. മറജൽ ബഹ്റൈനി. ഞാൻ പറഞ്ഞു ഈ ക്ലാസിന്റെ മർമ്മം അള്ളാഹ് കൊണ്ട് ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ്. ഈ ഇരിക്കുന്ന ലുഅ്ലു മർജാനുകൾ എന്ന തൗലീദ ഉണ്ടായതാ എന്തിൽ നിന്ന്? മുഹമ്മദ് എന്ന ആളിൽ നിന്ന്. നമ്മളല്ല, നമ്മൾ ആദമിൽ നിന്നുണ്ടായതാ. ആരിൽ നിന്നുണ്ടായതല്ല. ധൈര്യമായിട്ട് പറയാം, നമ്മൾ ആരിൽ നിന്നുണ്ടായതല്ല, ആദമിൽ നിന്നുണ്ടായതാ. ആദം തുറാബ, മുഹമ്മദ് തുറാബല്ല, കേവലം തുറാബല്ല. ആദം എന്ന ആളിന്റെ വില മുഹമ്മദീയത്ത് ആദമിൽ സന്നിവേശിച്ചു എന്നാണ്. ആദമിന്റെ മണ്ണിന്റെ ഉരുളക്കുള്ളിൽ ഇങ്ങനെ കയറ്റി. എന്ത്? മുഹമ്മദ് എന്ന നൂറിന്. അപ്പോൾ വിലയുണ്ടായി ആർക്ക്? ആദമിന്. ആദം കുല്ലുക്കുമിൻ ആദമ വ ആദമു മിൻ തുറാബ്. എന്നാൽ ഇവരങ്ങനെയല്ല, ഇവർ ലുഅ്ലു മർജാന. ഇവർക്ക് ആദമിയ ബന്ധത്തിനേക്കാളും വലിയ ബന്ധം എന്തിനോടാണ്? മുഹമ്മദീയത്തിനോട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവര് പ്രശ്നം കിടക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഒന്നും കൂടി ആയത്തോടുക. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഈ രണ്ട് ബഹറിനും ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു, ഒരു ഭാഗത്ത് ഫാത്തിമ. ഇത് രണ്ടും തൊട്ട് നിൽക്കുകയാണ്. ആരെ? മുഹമ്മദ് മുസ്തഫ. രണ്ടും നിന്നും ഉണ്ടായതാണ് മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് ഉണ്ടായതാണ് ഇത് രണ്ടും. അപ്പൊ ഇവർക്കൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ലാ യബ്ഗിയാൻ. ഇവർ ഒരു കാലത്തും മുഹമ്മദിയത്തിനെ മറികടക്കാൻ പാടില്ല. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ആദ്യത്തെ രണ്ടാളും മുഹമ്മദിയത്തിനെ മറികടക്കൂല. പക്ഷെ അവസാന കാലത്ത് ഒരു പക്ഷേ ചില പ്രകോപനങ്ങൾക്ക് വശംവദരായി ഇവരിൽ പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും മുഹമ്മദിയത്തിനെ മറികടന്നേക്കാം. അപ്പോൾ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? ലാ യബ്ഗിയാനിയുടെ അവസ്ഥ നഷ്ടപ്പെട്ട് യബ്ഗിയാനിയിലെത്തും. യബ്ഗിയാനിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വില ഉണ്ടാവില്ല. അതിന് ഉദാഹരണം പറയുന്നതിന് മുമ്പ് ഞാൻ മുത്തിനെയും പവിഴത്തിനെയും ഒന്ന് പറയും. ഇതാണ് പേള്, മുത്ത്. എങ്ങനെ മുത്തുണ്ടാവുക? മുത്തുച്ചിപ്പിയിൽ കയറുന്ന ഒരു എന്താ പറയാ, ഒരു ഡേറ്റാണ്, ഒരു ചെളിക്കഷ്ണം, ഒരു കാർബൺ കഷ്ണം, ഒരു കരി, അല്ലെങ്കിൽ എന്ത് പറയാ, ഒരു ചെളിയുടെ ചെളി. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? ഒന്ന് ഓപ്പണായി വാ. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? മുത്തുച്ചിപ്പിയുടെ ഉള്ളിലേക്ക് മൺതരി കയറും. അപ്പോൾ മുത്തുച്ചിപ്പി അടയും. പകുതി അടഞ്ഞു, പകുതി തുറന്നു. സുഷിരങ്ങൾ ഉണ്ടാവും. എപ്പോഴും അതിന് പുറത്ത് പോകാം. അവിടെ ഭയങ്കര ഹൈ പ്രഷറാണ്. എന്തിൻ്റെ ഉള്ളിൽ? ചിപ്പിയുടെ ഉള്ളിൽ. അവിടെ നിൽക്കുക ഭയങ്കര പ്രയാസം. അപ്പൊ ഈ ചെളിക്കഷ്ണം പരമാവധി പുറത്തേക്ക് ചാടും. പുറത്തേക്ക് ചാടിയാലോ ഇതെന്തായി മാറും? വീണ്ടും ചെളിയായി മാറും. വീണ്ടും മനസ്സിലായില്ല? വളരെ പേളിനെ പഠിക്കണം. പേളെന്നാൽ മുത്ത്. മനസ്സിലായില്ലേ പറഞ്ഞത്? പേളെന്നാൽ മുത്ത്. PEARL, പേൾ. അത് മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ കയറിയ ഈ ചെറിയ ചെളിക്കഷ്ണം. ഈ ചെളിക്കഷ്ണത്തിന് നിയമമാണ് ലാ യബ്ഗി. അത് മറികടക്കാൻ പാടില്ല. എന്തിനെ? ചിപ്പിയുടെ അതിരിനെ മറികടക്കാൻ പാടില്ല. ചിപ്പിയുടെ. നിങ്ങൾ അല്ലാഹുവിൻ്റെ കലാമിനെ ഒന്ന് ആലോചിക്ക്. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ ആലോചിച്ച നിങ്ങളെ മുഖം അങ്ങനെ കണ്ടാൽ പോരാ. നിങ്ങൾ അല്ലാഹുവിനെ പറ്റി ആലോചിക്കുക. നിങ്ങൾ അല്ലാഹുവിൻ്റെ ഈ കലാമിനെ പറ്റി ആലോചിക്കുക. ഇങ്ങോട്ട് നോക്ക്. അതായത് ഇങ്ങോട്ട് നോക്ക്. ഈ ഒരു ശാസ്ത്രീയ വിവരം അന്ന് റസൂലുള്ളാഹിക്കില്ല. ലാ യബ്ഗിയാൻ. പിന്നെ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. ഈ ചെളിക്കഷ്ണം ഈ മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ കിടക്കണം. 15 മാസമെങ്കിലും കിടക്കണം. അപ്പോൾ ഇതെന്തായി മാറും? മുത്തായി മാറും. അതിനിടയിൽ ചെറിയ ചില ചെളിക്കഷ്ണങ്ങൾ അതിലും ഭേദിച്ച് പുറത്തേക്ക് പോകും. അതെന്താവും? ചെളി തന്നെ, എന്തല്ല, മുത്തല്ല. അപ്പോൾ ഈ മുത്തുച്ചിപ്പിയുടെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പിന്നീട് ഒരിക്കലും ഇത് എന്താവില്ല? കേൾക്ക്, എന്താവില്ല? ആ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. പരിധിയിൽ നിന്ന് പോയാൽ അത് ചെളിയായി മാറും.
ശരി, ഇനി മർജാനെ പറ്റി പറയാം. മർജാൻ എന്ന് പറഞ്ഞാൽ സത്യത്തില് മർജാൻ എന്ന് പറയുന്നത് അതും ചെളിയ. ചെളി എന്ന് പറഞ്ഞാൽ ഒരു കരി, ഭൂമിയിലെ കറുത്ത ഒരു കരിയാണ്, ഒരു ചെളിയാണ്, ഒരു കരിയാണ്, ഒരു കാർബൺ. അതായത് വളരെ ബ്ലാക്ക് കളറുള്ള ഒരു ചെളിയാണ്, കാർബൺ ആണ്, ചെളിക്കഷ്ണമാണ്. എന്ത്? മർജാൻ. അസ്ലിൽ മർജാൻ അത് മണ്ണ, പക്ക മണ്ണ്, ഡേട്ട്, വളരെ ചെളിയായ മണ്ണ്. ഈ മണ്ണ് വർഷങ്ങളോളം കിടക്കും. എന്തിനുള്ളിൽ? ലാവയുടെ ഉള്ളിൽ. അതായത് ഭൂമിയുടെ വെള്ളത്തിന്റെ അടിയിൽ മണ്ണിനടിയിൽ ഹൈ പ്രഷർ ഉണ്ടാവും. ആ ഹൈ പ്രഷറിന്റെ അടിയിൽ അഗ്നിപർവ്വതം ഉണ്ടാവും. ആ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ ലാവയുണ്ടാവും. ആ ലാവയിലേക്ക് ചെളി എത്തിച്ചേരും. അപ്പോൾ ഈ ലാവയുടെ ഉള്ളിൽ ചെളി കിടക്കും. ആ ചെളി വർഷങ്ങളോളം കിടക്കും. ചിലപ്പോൾ 10ഉം 50ഉം ഒക്കെ വർഷം കിടക്കും. ആ വർഷങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ലാവ എന്ന് നിങ്ങൾക്കറിയാലോ. ഈ ലാവയുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതായത് അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ ലാവ. ഈ ലാവയുടെ ഉള്ളിൽ ഈ ചെളി വർഷങ്ങൾ അനവധി കിടക്കുമ്പോൾ ആ ഹൈ പ്രഷറിൽ ഈ ചെളിക്കഷ്ണം എന്തായി മാറും? ഡയമണ്ടായി മാറും. ഡയമണ്ടിന്റെ വില എത്രയാ? ഡയമണ്ടോ ദി ഹാർഡസ്റ്റ് മെറ്റീരിയലാണ്. അതിനെ തകർക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, മുത്ത് സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. മർജാൻ ശക്തിയുടെ പ്രതീകമാണ്. പക്ഷേ ഒരു കാരണവശാലും ഇവർ മുഹമ്മദിയത്തിനെ ഭേദിക്കാൻ പാടില്ല. എന്താ മുഹമ്മദിയത്ത്? മുഹമ്മദിയത്ത് എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാ മുഹമ്മദിയത്ത്. മറ്റൊരാളും മുഹമ്മദിനെ കേവലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ടുവന്ന ഒരു പോസ്റ്റ്മാനപ്പുറം അവർ വില കൽപ്പിക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാ മുഹമ്മദിയത്ത്. അതിനപ്പുറത്തേക്ക് പോകരുത്. അതിനപ്പുറത്തേക്ക് പോയാൽ അവർക്കൊരു വിലയുണ്ടാവില്ല. അവർ പോകുമെന്നില്ല, അവർ പോയിട്ടില്ല. ഒരു ഓർമ്മപ്പെടുത്തല. അവർ പോകും എന്നല്ല, പോകരുത്. ഒരിക്കലും പോകരുത്. പോയ വില ഉണ്ടാവില്ല. പോയ രണ്ടാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 20-ാം നൂറ്റാണ്ടുകാരാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഒന്ന് റഷീദ് ജിള്ള. അയാൾ ഷെരീഫാണ്. അയാൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അയാളെ ആക്ഷേപിച്ചു വന്ന കവിതകൾക്കും പ്രഭാഷണങ്ങൾക്കും കയ്യും കണക്കുമില്ല. എന്തുകൊണ്ട്? അയാൾ മുഹമ്മദിയത്തിനെ വേദിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. أقلهم علما وأكثرهم شرا وأما رشيد ذو المنهر فإنه أقلهم علما وأكثرهم شرا. അൽമനാറിന്റെ കർത്താവായ റഷീദുൽ റിള അഖല്ലുഹും ഇൽമൻ, വിജ്ഞാനത്തിൽ ഏറ്റവും കുറഞ്ഞ വ്യക്തിയാ. അക്സറുഹും ശർറ, കൂടുതലും എന്താ ഉള്ളത്? ഷർറ. ഇയാളാരാ? മിൻ അഹ്ലി ബൈത്തിൻ നബിയിൽ മുസ്തഫ. ഞാൻ രണ്ടാമത്തെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അബുൽ അഅ്ല മൗദൂദി. അബൻ വ ഉമ്മൻ ശരീഫ. പക്ഷേ ആ വ്യക്തിയോട് പിന്തുടർന്നവരെ വരെ എക്കോലത്തിലാണ് ജനങ്ങൾ ആക്ഷേപിച്ചത്. സയ്യിദല്ലേ, വലിയ സയ്യിദ. പക്ഷേ മുത്തുച്ചിപ്പിയുടെയോ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിന്റെയോ പരിധിയിൽ നിന്ന് അടയിരിക്കുന്നതിനിടയിൽ പുറത്തേക്ക് ആടി. എന്തിനാ പുലിക്കോട്ടിലിന്റെ ഒരു പാട്ട് എൻ്റെ എപ്പോഴും പാടും. അങ്ങനെ പഠിഞ്ഞാ എനിക്ക്. എന്തിനാ മൗദൂദികൾക്ക് തടിത്തിരെ നീളം, നീണ്ടുവലിഞ്ഞല്ലേ കീട കുന്നു നെഞ്ചത്തോളം. എന്തിനാ മൗദൂദികൾക്ക് തടിത്തിരെ നീളം, നീണ്ടുവലിഞ്ഞല്ലേ കീട കുന്നു നെഞ്ചത്തോളം. ഇത് പുലിക്കോട്ടിലിന്റെ കവിതയായിട്ട് ഇന്റുപ്പാന്നാണ് സയ്യിദന്മാരെ കലയെ കൊടുക്കുന്ന ആളാ. പക്ഷെ ഒരു മടിയില്ല ഇത് പറയാൻ. എന്തുകൊണ്ട്? ഇതെന്തായിപ്പോയി പറ. ഇതും സത്യത്തിൽ എന്തായിരുന്നു ആ ചിപ്പിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ലാ യബ്ഗിയാനി എന്ന പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയി. യബ്ഗിയാനിയായി. ബഗ ജാവസൽ ഹദ്ദ. ബഗ എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു. മനസ്സിലായില്ലേ? അതിര് വിട്ടുപോയി.
അപ്പോൾ പിന്നെ അതിന് എന്തിൻ്റെ വിലയില്ല, അതെന്തല്ല, അതിന് വിട്ടാൽ പിന്നെ അത് മുത്തുമല്ല. പറയാ. അപ്പൊ ഫാത്തിമ ബീവിയുടെ കുട്ടിയായതുകൊണ്ട് കാര്യമില്ല, അലി ബിൻ അബി ത്വാലിബിന്റെ കുട്ടിയായിട്ടും കാര്യമില്ല. അവർ വലിയ ആളുകൾ തന്നെയാ, അവർ വലിയ മഹാന്മാരാണ്. അല്ലാഹു ദർജ വെച്ച് കൊടുക്കട്ടെ. ഇതെന്തിനാ പറയുന്നത്? ഇതൊരു ആസുരകാലം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നാശവും. ഇപ്പോൾ നാശായി എന്നല്ല, പക്ഷെ ഹദ്ദിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലാണ് റബ്ബ് ഇത് തന്ന ഒരാൾ ഞാനാ, വലിയ ആൾ ഞാനെന്നല്ല, ഒരാൾ ഞാനാ. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം. ഒന്നും കൂടി അർത്ഥം പറയാം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. എന്നാൽ ആ അതിർത്തി വിട്ട് കിടക്കാതെ പോയി. എന്നാൽ ബാഫക്ക തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും, അള്ളാഹുവിനെ ദർജയേറ്റി കൊടുക്കട്ടെ. പൂക്കോയ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ പറയും, പറഞ്ഞൂടോ? സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, മറ്റ് സാദാത്യങ്ങൾപ്പെട്ട എല്ലാ മഹാന്മാരും അവരുടെയൊക്കെ ദർജ പരലോകത്തെ ഏറ്റി കൊടുക്കട്ടെ. അവരെ പേര് കേൾക്കുമ്പോഴത്തേന് നമ്മൾ അവരെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. അവരെന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ദുആ ചെയ്യും. എന്തുകൊണ്ട്? അവര് ലാ യബ്ഗിയാനിയുടെ പരിധിയിലുള്ള ലുഅ്ലുഉൻ മർജാൻ എന്ന് പറഞ്ഞാൽ പരിധിയിലുള്ളത് എന്ന് പറയണ്ട, പരിധിയിൽ വർഷങ്ങളോ കിടന്നാലേ എന്താകൂ? ലുഅ്ലുഉം മർജാനോ. ഇനി ഇവിടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൂടി പറഞ്ഞാൽ ഇത് 2 മണിക്കൂറൊന്നും പറഞ്ഞാൽ തീരൂല. ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് ഇവരെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇവർ ലുഅ്ലുഉം മർജാനും ആണെങ്കിൽ ഇവരെവിടെയാ കിടക്കുക? ലാവയുടെ ഉള്ളിലാണ്. കോർപ്പറേറ്റുകളെ ഉള്ളിലല്ല കിടക്കുക, ലാവയുടെ ഉള്ളിൽ കിടക്കും. എന്ത് കരിഞ്ഞാലും ഇത് കരിയൂല. എന്തുകൊണ്ട്? ഇപ്പൊ ഗ്ലാസ് കൊണ്ട് ഗ്ലാസിനെ മുറിച്ചാൽ ഗ്ലാസ് ചെതറിപ്പോവും. ഡയമണ്ട് കൊണ്ട് എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും അതിശക്തമായ മെറ്റീരിയൽ ഡയമണ്ടിനെ മുറിക്കാൻ എന്ത് വേണം? ഡയമണ്ട് വേണം. ഡയമണ്ടിനെ മുറിക്കാൻ എന്തുകൊണ്ട്? ഡയമണ്ട് ഇനി തളരൂല. കാരണം ഡയമണ്ട് എവിടെയായിരുന്നു കടന്നിരുന്നത്? ലാവയിൽ. ലാവയുടെ ഉള്ളിൽ കിടക്കാൻ ഭയങ്കര പ്രയാസം. ലാവ നിറങ്ങൾക്ക് അറിയാലോ. ആ ലാവയുടെ ഉള്ളിൽ കിടക്കയാണ് ലാ യബ്ഗിയാൻ എന്ന അവസ്ഥ. അപ്പൊ ഇവർക്ക് ഹൈ പ്രഷർ ഉണ്ടാവും, പ്രലോഭനം ഉണ്ടാവും, പണച്ചാക്കുകളെ പ്രകോപനം ഉണ്ടാവും, ഭീഷണിപ്പെടുത്തും. മുഹമ്മദിയത്തിന് പുറത്തേക്ക് ചാടൂല. വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾക്ക് പ്രകോപനം ഉണ്ടായി, ചാടിയില്ല. അത് ലുഅ്ലുആണ്, അത് മർജാനാണ്, എല്ലാവർക്കും ഉണ്ടാവും. ഒരു ഉദാഹരണമാണ് മുക്കോയത്തങ്ങൾ, വരക്കൽ ബാലവി. ഒരു ഉദാഹരണം മാത്രം. ഒരു ഉക്ക ഉണ്ടാവും. എന്നാൽ ഇവരിൽ നമ്മൾ അള്ളാഹ് പഠിക്കണം. അള്ളാഹു പഠിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു തരിക. ഉദാഹരണം പറയാം. 4 മദ്ഹബിന്റെ ഇമാമും അഹ്ലുൽ ബൈത്തല്ല. എന്നാൽ ത്വരീഖത്തിന്റെ ഉസൂലി മശായിഖന്മാർ മുഴുവൻ അഹ്ലുൽ ബൈത്താണ്. ഷാഫി ഇമാമും ആരല്ല? പറ. അഹ്ലുൽ ബൈത്തല്ല, ഖുറൈശിൽപ്പെട്ട അഹ്ലുൽ ബൈത്തല്ല. ഷാഫി ഇമാമും ഹനഫി ഇമാമും പറ, അഹ്ലുൽ ബൈത്തല്ല. ഹംബലി ഇമാമും അഹ്ലുൽ ബൈത്തല്ല. മാലികി ഇമാമും അഹ്ലുൽ ബൈത്തല്ല. എന്തുകൊണ്ട്? അവർ ഫുറൂഇ കാര്യങ്ങൾ കൈകാര്യം ചെയ്തവരാ. ഒരു വലിയോരന്നെ ഫുറൂഇ കാര്യങ്ങൾ കൈകാര്യം ചെയ്തവരാണ്. അവർക്ക് ഉസൂലി കാര്യങ്ങൾ ആവശ്യം വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ഇവരെ മുറ്റത്ത് പോയിരുന്നു. അതായത് ഷാഫി ഇമാം ആരുടെ മുറ്റത്ത് പോയിരുന്നു? അല്ലാഹ് എന്ന ഇസ്മിനെ ഏൽപ്പിച്ചത് ഇവരെയാണ്. ഇവരെ വല്യപ്പാരെയാണ്, ഇനി ഇവരെ കുട്ടികളെയാണ്. ഫുറൂഇയാത്തിൽ പേച്ചാലും പ്രശ്നമില്ല. ഇനി ഒരാൾ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി പറയല്ല. ഒരു പക്ഷേ നിസ്കരിച്ചില്ല, അള്ളാഹു അദ്ദേഹത്തിന് അതിൽ പൊറുക്കൂല, ഒരിക്കലും പൊറുക്കൂല. വളരെ ചിന്തിക്കണം, പൊറുക്കൂല. അതേ സമയത്ത് ത്വരീഖത്തുകൾ മുഴുവൻ ഉണ്ടാക്കിയതാരാ? ലുഅ്ലുഉ മർജാന, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഹുസൈനിയ, ഷെയ്ഖ് റിഫായി, ഹുസൈനിയ, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഷെയ്ഖ് ഖാജ എന്താ പണി? നിസ്കാരം നോമ്പ് വ്യവച്ഛേദിച്ച ആളല്ല മൊഹീദ്ദീൻ ഷെയ്ഖ്. പിന്നെ അല്ലാഹ് കേറ്റി അവർക്ക് അതിന് കഴിയും. അവർ വല്യാപ്പന്റെ കുട്ടിയാണ്.
റിഫായ് ഷേഖ് അള്ളാഹിലേക്ക് എത്തിയ ആളാണ്. നിസ്കാരത്തിന്റെ 2 കൊല്ലത്തും 4 കൊല്ലത്തും പഠിപ്പിച്ച ആളല്ല. ആ പഠിപ്പ് അറിയില്ല എന്നല്ല, അവർ പഠിപ്പിച്ചത് അതല്ല, അവരെ ഏൽപ്പിച്ച പണിയും അതല്ല. അത് ഏറ്റവും ചൂടുള്ള പണിയാണ്. അപ്പോൾ അത് മർജാൻ തന്നെ ചെയ്യണം. ത്വരീഖത്തിന്റെ മശായിഖന്മാർ മുഴുവനും ആരാ? അഹ്ലുൽ ബൈത്ത്. ഉസൂലിയായ ത്വരീഖത്തിന്റെ പിൽക്കാലത്ത് ചില ഫർഖുകൾ ഉണ്ടായേക്കാം മറ്റുള്ളവരിൽ. ഉസൂലിയായ ത്വരീഖത്തിന്റെ മശായിഖിൽ എല്ലാവരും അഹ്ലുൽ ബൈത്താ. പറയാ ബഹുമാനപ്പെട്ട ഖാജപ്പാപ്പ. എന്തിനാ അതൊക്കെ പറയുന്നത്? ദക്ഷിണേന്ത്യയിലെ 2 മഹാന്മാർ, ഒന്ന് മഹാനായ ഏർവാടിയിലെ അൽ ഖുത്ബ്, മഹാനായ ഏർവാടി മഹാനവർകളാരാ? അഹ്ലുൽ ബൈത്ത്. ഷാഉൽ ഹമീദ് നാഹൂരി ആരാ? അഹ്ലുൽ ബൈത്ത്. അഹ്മദ് തിജാനി ആരാ? അഹ്ലുൽ ബൈത്ത്. ഒക്കെ എല്ലാവരും അഹ്ലുൽ ബൈത്ത്. റിഫായി, ഖാദിരി, ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഷാദുലി, ചിസ്തി, തിജാനി ഒക്കെ മശായിഖന്മാരാരാ? എന്തിനാ മശായിഖന്മാർ വന്നത്? ഈ കൽബാകുന്ന സുമ്മ കസത്ത് കുലുബും, ഇത് എന്ന് പറഞ്ഞാൽ ഹാർഡസ്റ്റ് സാധനമാണ്. ഈ ഹാർഡസ്റ്റ് സാധനത്തിന്റെ ഉള്ളിനെ മുറിക്കണമെങ്കിൽ ഹാർഡസ്റ്റ് മെറ്റീരിയൽ വേണം. ഏതാ ഹാർഡസ്റ്റ് മെറ്റീരിയൽ? അല്ലു വൽ മർജാൻ. അതായത് ഹൃദയം മുറിക്കാൻ വെറും മൂല്യർക്ക് കഴിയൂല. കാരണം ഹാർഡസ്റ്റ് ആയ ഒരു ബോഡിയിലെ ഹാർഡസ്റ്റ് സാധനമാണ് എന്ത്? അല്ലേ സത്യം? അൽഹംദുലില്ലാ. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. അപ്പൊ ഇത് വളരെ ചിന്തിക്കണം. എനിക്ക് കഴിയില്ല. അതുകൊണ്ട് മശായിഖന്മാരൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതിനെ മറികടക്കാൻ പാടില്ല. അതിനെ മറികടന്നാൽ തകരും. അതിനെ മറികടന്നാൽ പിന്നെ അവരെ കൊണ്ടൊരു ഉപകാരവും സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവരുടെ ആ മുഹമ്മദിയത്തിൽ അവർ ഒതുങ്ങി നിൽക്കുക. അവരുടെ കൂടെ ഈ 100-ാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന സന്തോഷകരമായ ഈ വേളയിൽ നമ്മളും ഒതുങ്ങി നിൽക്കുക. എന്തേ? മുഹമ്മദിയത്തിൽ ഒതുങ്ങുക. അവരൊതുങ്ങുക. അവരിൽ ഉറക്കെ മുഹമ്മദിയത്തിൽ അവരൊതുങ്ങിയിട്ടില്ല എന്നല്ല, അവർ ഒതുങ്ങണമെന്ന് പ്രതിജ്ഞ ചെയ്യുക. അവർക്ക് ഈ പ്രഷർ ഉണ്ടാവും, അതിനെ അവർ ഭയപ്പെടാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവർ അതിലൊതുങ്ങുക, നമ്മൾ അവരിൽ ഒതുങ്ങുക. അപ്പോൾ മലബാറിനെ തകർക്കാൻ ഒരാൾക്ക് കഴിയില്ല. അതിൽ നിന്ന് അല്പം പുറകോട്ട് പോയാൽ മലബാറിലേക്ക് കയറി വരും. എന്ത് കയറി വരും? എല്ലാം കയറി വരും. എന്തൊക്കെ ഞാൻ പിന്നീട് പറയാം. പ്രസംഗത്തിൻ്റെ 1-ാം ഭാഗം അവസാനിച്ചു. ഇതിൻ്റെ ഒരു പ്രിഫേസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊന്നുമല്ല, ഇതൊരുപാട് പറയാനുണ്ട്. പിന്നീട് ഞാൻ വിശദീകരിക്കുക. കിതാബ് പറയേണ്ടി വരും, പലതും പറയേണ്ടി വരും. ഒക്കെ